الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ചില സഹാബത്ത് അദ്ദേഹത്തിന്റെ പേര് അൽ ഖുദരി എന്നുള്ള നിലക്കും രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞിരിക്കുന്നു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാ. നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അഥവാ മുസ്ലിം ഉമ്മത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ഫളൽ ഉൾക്കൊണ്ട് ഈമാനിനെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട മുസ്ലിം ഉമ്മത്തിനോട് റസൂലുള്ളാഹി പറയാൻ, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും മുൻഗാമികളുടെ മാർഗങ്ങളെ, സുന്നത്തുകളെ. ശിബ്റൻ ബിശിബ്ർ, ചാണിനു ചാണായും, വദിറാഅൻ ബിദിറാ, മുഴത്തിനു മുഴമായും. ഇത് റസൂൽ ഒരു ഉദാഹരണം അവിടെ കൊടുത്തു. ഹത്താ ലൗ സലകൂ ജുഹറ ദബ്ബി ലസലക്തുമൂഹ്. അവരെങ്ങാനും, അഥവാ ആ മുൻഗാമികളായ ആ സമുദായങ്ങൾ, അവർ ഒരു ഉടുമ്പിന്റെ മാളങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ലസലക്തുമൂഹ്, നിങ്ങളും അതിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിൽ തന്നെ വളവും തിരിവും ധാരാളം പ്രയാസങ്ങളും നിറഞ്ഞതാണ് ഉടുമ്പിന്റെ മാളങ്ങൾ. ആ പ്രയാസം പോലും വകവെക്കാതെ നിങ്ങളും ഈ മുൻഗാമികളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ശക്തമായി, അതുപോലെ തന്നെ ഇസ്ലാമിനെ കൃത്യമായി പ്രചരിപ്പിച്ച് പഠിപ്പിച്ച് ജീവിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ ഇതിങ്ങനെ പറഞ്ഞപ്പോ ഖുൽനാ, ഞങ്ങൾ പറഞ്ഞത്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് പറയൻ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദ വൻ നസാറ, ജൂതരും ക്രിസ്ത്യാനികളുമാണോ? അഥവാ അവരുടെ മാർഗങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ ആഘോഷങ്ങളും അവരുടെ എല്ലാ സംഭവങ്ങളും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഞങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞത് അവരെയാണോ? ഖാല ഫമൻ, അല്ലാതെ വേറെ ആരാണ്? റസൂലുള്ളാഹി പറയാൻ, ഫമൻ, പിന്നെ ആര്? ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഈ ഹദീസിൽ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാനിന്റെ സവിശേഷതയെ അള്ളാഹുവിന്റെ റസൂല് ബോധ്യപ്പെടുത്താൻ, ലോകരിൽ നിന്ന് വ്യത്യസ്തരാണ് മുസ്ലിമീങ്ങൾ, മറ്റുള്ള മതങ്ങളിൽ നിന്ന് നമ്മൾ ഉത്കൃഷ്ടരാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള താല്പര്യം പോലും വകവെക്കാതെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും മറ്റു മതസ്ഥരുടെ ആശയങ്ങളും ആദർശങ്ങളും അവരുടെ വിശ്വാസങ്ങളെയും ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന തലമുറ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് പോലും തെളിഞ്ഞു നിൽക്കുന്ന, അല്ലെ വരാനിരിക്കുന്ന കാര്യത്തെ റസൂലുള്ളാഹി പ്രവചിച്ച പ്രവാചകന്റെ മുഅ്ജിസത്ത് പോലും തെളിഞ്ഞു നിൽക്കുന്ന ഈ നബി വചനത്തെ നമ്മൾ എത്ര ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. അള്ളാഹു ഏറ്റവും നല്ല മുസ്ലിമീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.